ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ആദ്യം. പിന്നെ എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനൊരു ഹാഫ് അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ആ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 2 സവാള അരിഞ്ഞതും ഒരു 3 പച്ചമുളകും കൂടി അരിഞ്ഞതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റുക. അത് നന്നായിട്ട് വാടിയതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ അത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് നന്നായിട്ട് വാടട്ടെ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് കറി കേട്ടോ. ഞാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വാടും. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ, ഇവിടുത്തെ മുളക് പൊടിക്ക് നല്ല എരിവായതിനാൽ ഞാൻ 1 സ്പൂൺ മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തക്കാളി പിന്നെ വാടുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 kg കൊഞ്ചാണ് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കൊഞ്ച് ഇനി നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്ത് എടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ മുളക് പൊടിയുടെ പോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇങ്ങനെ വരും. ഞാൻ അതിനകത്ത് വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഗ്രേവി ഒന്ന് പറ്റുന്നിടം വരെ അത് ഇളകി കൊടുക്കുക. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആ സവാള വഴറ്റി കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഉപ്പ് അത്യാവശ്യം നോക്കിയതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും അത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഡ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയാണ് കേട്ടോ.